വെൽക്കം ടു മൈ ചാനൽ അദ്വൈത് മീഡിയ. ഞാൻ ഷാലിനി ജെ സതീഷ്. ഞാനൊരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്റ്റെതസ്കോപ്പിനെ പറ്റിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സിൻ്റെ ടേബിളിൽ മെയിനായിട്ട് 2 ഇക്വിപ്മെൻറ്റ്സ് ആയിരിക്കും കാണുക. ഒന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സ്റ്റെതസ്കോപ്പും ഒന്ന് സ്പിഗ്മോ മാനോമീറ്ററുമാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പേര് കേട്ടപ്പോഴത്തേക്കും അയ്യോ ഇതെന്താ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വേറൊന്നുമല്ല, BP ചെക്ക് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ്. അതായത് BP ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യത്തില്ലേ, ഒരു റാപ്പൊക്കെ നമ്മുടെ കയ്യിൽ കെട്ടിയിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ. ഓക്കെ, അതാണ് BP അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ BP, എന്താണ് ഈ BPയിൽ ചെക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് BPയിൽ വരുന്നത്, എങ്ങനെയാണ് BP കണ്ടുപിടിക്കുന്നത്, എന്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് BP ചേഞ്ചസ് ഉണ്ടാകുന്നത്, BP ചേഞ്ചസ് എങ്ങനെ മാറ്റാം, അതുപോലെ തന്നെ BP എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ, BP ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ഡോക്ടേഴ്സ് ആ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കുന്നത്. BP അപ്പാരറ്റസിനെ പറ്റി മനസ്സിലാക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഹാർട്ടാണ്. ഹാർട്ടും BPയും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ BP അപ്പാരറ്റസിൽ ചേഞ്ചസ് വരുമ്പോൾ അത് ഹാർട്ടിന് രോഗമാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഹാർട്ടിൽ ആദ്യം തന്നെ നിങ്ങൾ ആ മേൽഭാഗം നോക്കുക. ഏറ്റവും മേളിൽ നോക്കരുത്. ഏറ്റവും മേളിൽ ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന വെയിൻസും നല്ല റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ എയോട്ട, ആർട്ടറീസ് അങ്ങനത്തെ സാധനങ്ങളാണ്. അതിൻ്റെ തൊട്ട് താഴെ നോക്കുക. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഓറഞ്ച് പോലത്തെ കളറിൽ നീളത്തിന് കാണാൻ പറ്റും. ആ നീളത്തിന് കാണുന്നതിൽ മേളിൽ രണ്ടും ആ റൗണ്ട് പോലെ വന്നിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, രണ്ട് സൈഡിലും, ആ രണ്ട് സൈഡിലും വന്നിരിക്കുന്നത് 2 അറകളാണ്. അതിൻ്റെ താഴെ ഈ നീളത്തിന് വന്നിരിക്കുന്നത് വേറെ 2 അറകളാണ്. അപ്പം മൊത്തം 4 അറകളാണ് നമ്മുടെ ഹാർട്ടിനുള്ളത്. അതിൽ മേളിലത്തെ 2 ചെറിയ അറകളാണ്, താഴത്തെ 2 ഇച്ചിരി വലിയ അറകളാണ്. ഓക്കെ, ആ മേളിലത്തെ 2 അറകളിലാണ് ആർട്ടറി എന്നാണ് അറിയപ്പെടുന്നത്. താഴത്തെ 2 വെൻട്രിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിനെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തിരിക്കാം. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആർട്ടറിയും ഒരു വെൻട്രിക്കിളും കാണും. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും മേളിലൊരു ആർട്ടറിയും താഴെ ഒരു വെൻട്രിക്കിളും കാണപ്പെടും. അതിൽ നമ്മുടെ ഈ റൈറ്റ് സൈഡ്, സാധാരണഗതിയിൽ നമ്മൾ റൈറ്റ് സൈഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റൈറ്റ് കൊണ്ട് നല്ല കാര്യങ്ങൾ, അതായത് റൈറ്റ് സൈഡ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ നമ്മുടെ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന എയർ, ആ എയറിൽ നമുക്ക് ഓക്സിജൻ കാണും, കാർബൺ ഡൈ ഓക്സൈഡ് കാണും, വേറെ എന്തെങ്കിലുമൊക്കെ ഗ്യാസുകൾ കാണും. അപ്പോൾ ഈ ഒരു ഗ്യാസും ബ്ലഡുമായിട്ട് ചേർന്ന ആ ഒരു മിശ്രിതമാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഹാർട്ടിലോട്ട് എൻ്റർ ആകുന്നത്. ആദ്യം നമ്മുടെ ഈ വെയിൻ വഴി, ആ കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്ലൂ കളർ വെയിൻ വഴി നമ്മുടെ ഫസ്റ്റ് എത്തുന്നത് ആട്രിയയിലാണ് കേട്ടോ. അപ്പോൾ ഈ ആട്രിയയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആട്രിയ നിറയുമ്പോഴത്തേക്കും ആട്രിയയുടെ ആ ഒരു എന്താ പറയുക, ഈ ഒരു സൈഡിലുള്ള വാളിൻ്റെ പ്രഷർ അങ്ങ് കംപ്രസ് ആയിട്ടാണ് ആ ഒരു ഹോൾ, ആ ഒരു മേളത്തെ ആ ഒരു റൗണ്ട് നിറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് താഴോട്ട്, അതായത് ആ നീളത്തിനുള്ള ആ ഒരു ഓപ്പണിങ്ങിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആട്രീസ് ഉണ്ട്. ആ ഒരു ആർട്ടറീസ് വഴി എന്ത് ചെയ്യും, നേരെ ലങ്സിലോട്ട് ആ ബ്ലഡ് പോകും. ആ ലങ്സിൽ പോയതിന് ശേഷം, അതായത് ദുഷിച്ച ബ്ലഡ് എന്ന് പറയുന്നത് നേരെ പോകുന്നത് ലങ്സിലോട്ടാണ്. ലങ്സിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ തിരിച്ചിട്ട് ഓക്സിജൻ നിറഞ്ഞ ബ്ലഡ് മാത്രം എഗെയിൻ വീണ്ടും നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എത്തിക്കുന്നത് കേട്ടോ. അതായത് ഓക്സിജൻ നിറഞ്ഞ ബ്ലഡ് എപ്പോഴും ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ആട്രിയയിലായിരിക്കും എത്തുക. ആ ഒരു ആട്രിയ വീണ്ടും ഫില്ലായതിനു ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കത് നന്നായിട്ട് ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ സൈഡിൽ ഇപ്പം നടുക്കൊരു നല്ല റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, 2 ഓപ്പണിംഗ് പോലെ. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് വഴി വെൻട്രിക്കിളിലോട്ട് നിറയാണ് ചെയ്യുന്നത്. താഴെ അങ്ങ് നിറയും, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള വെൻട്രിക്കിളിൽ അങ്ങ് നിറയും. വെൻട്രിക്കിളിൽ നിറഞ്ഞു കഴിഞ്ഞിട്ട് അത് നല്ല ബ്ലഡ് അല്ലേ, അത് നേരെ എയോട്ട വഴി, എയോട്ട എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും മേളിൽ നല്ല റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സിൽ, നമ്മുടെ ശരീരഭാഗത്ത് എല്ലായിടത്തും ഈ ഒരു ബ്ലഡ് അങ്ങ് എത്തിക്കും. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ലബ് ഡബ് എന്ന് പറയുന്ന സൗണ്ട് എവിടെയാണ് കേൾക്കുന്നത് എന്നാണ്. ആദ്യത്തെ ലബ് എന്ന് പറയുന്ന സൗണ്ട് എവിടെയാണ് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ആട്രിയക്കകത്ത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബ്ലഡ് ഒരുമിച്ചായിരിക്കും നിറയുക. അതായത് റൈറ്റ് സൈഡിൽ ദുഷിച്ച ബ്ലഡും ലെഫ്റ്റ് സൈഡിൽ നല്ല ബ്ലഡും ഒരുമിച്ചാണ് അത് നിറയുന്നത്. അപ്പോൾ നിറഞ്ഞു കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് പോകുമല്ലോ. ആ വെൻട്രിക്കിൾ, അതായത് താഴത്തെ ആ ഒരു നീളഭാഗത്തിലോട്ട് ബ്ലഡ് പോകുന്ന ആ ഒരു സമയത്ത് അവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിംഗ് സമയത്താണ് ലബ് എന്ന് പറയുന്ന സൗണ്ട്
സൗണ്ട് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് ഈ വെൻട്രിക്കിൾ രണ്ടും നിറഞ്ഞു കഴിയുമ്പോൾ വെൻട്രിക്കിളിൽ നിന്ന് നേരെ നമുക്ക് എന്താ പറയുക ആർട്ടറീസ് വഴി ബ്ലഡ് എല്ലാ സ്ഥലത്തും എത്തിക്കണം. ഒന്ന് എല്ലാ സ്ഥലത്തും എത്തിക്കണം, ഒന്ന് ലങ്സിലോട്ട് എത്തിക്കണം. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ സമയത്താണ് ഡബ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ലബും ഡബും ആ സൗണ്ട് അങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൽ കേൾക്കുക. ഈ ഒരു സൗണ്ടും നമ്മുടെ ബ്ലഡ് പ്രഷറും തമ്മിലുള്ള ബന്ധം എന്താണ്, ബ്ലഡ് പ്രഷർ ചെക്കിങ് തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ടത്, ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് 60 to 100 ടൈംസ് പെർ മിനിറ്റ് ആണ്. 60 മുതൽ 100 വരെയാണ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു BP അപ്പാരറ്റസ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ 2 പ്രഷറാണ് മെയിനായിട്ട് ഡോക്ടേഴ്സ് പറയാറ്. ഒന്ന് സിസ്റ്റോളിക് പ്രഷറും ഒന്ന് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. സിസ്റ്റോളിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ബ്ലഡ് ആർട്ടറി നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷറാണ് നമ്മുടെ സിസ്റ്റോളിക് പ്രഷറും. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, 2 ഓപ്പണിങ്ങിൽ നിന്നും ബ്ലഡ് പോയി കഴിഞ്ഞാൽ ആ ഒരു ബീറ്റ്, അതായത് ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബീറ്റ് കഴിഞ്ഞ് ആ ഒരു ടൈമിൽ നമ്മുടെ ഹാർട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിലുള്ള പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്നും പറയുന്നത്. അതായത് വലിയ പ്രഷറിനെ, കൂടിയ പ്രഷറിനെ സിസ്റ്റോളിക് പ്രഷർ എന്നും കുറഞ്ഞ പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്നും പറയുന്നത്. ഇനി ഇത് കാരണം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ്, ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ്, ആർക്കൊക്കെയാണ് ഈ ഒരു ചേഞ്ച് വരുന്നത് പ്രഷറിൽ എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. ഈ ഒരു ചാർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ട് നമ്മുടെ സിസ്റ്റോളിക് പ്രഷർ, അതായത് ഡോക്ടേഴ്സ് നോക്കിയിട്ട് ആദ്യം ഒരു പ്രഷർ പറയത്തില്ലേ, ഒരു വലിയ പ്രഷർ 120, രണ്ടാമത്തെ പ്രഷർ 80. അപ്പം നോർമലായിട്ടുള്ള ഒരു പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഷർ എന്ന് പറയുന്നത് 120/80 ആയിരിക്കും. 120/80 ഇത് എപ്പോഴും ഓർമ്മിച്ചിരിക്കുക, എല്ലാവരും ഓർമ്മിച്ചിരിക്കുക. നോർമൽ BP പ്രഷർ, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. ഇനി എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. വലിയ പ്രശ്നം വരത്തില്ല, എന്നാലും ചില ആൾക്കാർക്കൊക്കെ ഒരു ഹെഡ് ഏക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണും, എന്നാലും വലിയ സംഭവം ഇല്ല. ഈ നല്ല ഓടിയിട്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും 120, 129 വരെയൊക്കെ നമുക്ക് പോവാം. അതുപോലെ തന്നെ 80യുടെ ബിലോ വരെയൊക്കെ കാണാം. പക്ഷേ 80ക്ക് കൂടുതലാവാൻ പാടില്ല കേട്ടോ. എപ്പോഴും ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 80 അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച്, അതായത് ഒരു 75 to 80 വരെ കാണാം. പക്ഷേ 80ക്ക് അപ്പുറം പോകാൻ പാടില്ല ഡയസ്റ്റോളിക് പ്രഷർ ഒരിക്കലും. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലൊക്കെ ആവാം. നമ്മൾ ഭയങ്കര ടെൻഷനിലും അല്ലെങ്കിൽ ഓടിയിട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റോളിക് പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ 120, 125, കൂടിപ്പോയാൽ 129, വലിയ പ്രശ്നമില്ല. അതുവരെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ നല്ല ഹെഡേക്കൊക്കെ ആ സമയത്ത് കാണാൻ, റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും മാറിക്കോളും. ഇനിയുള്ളത് ഹൈ ബ്ലഡ് പ്രഷറാണ്, മൂന്നാമത്തത് സ്റ്റേജ് നമ്പർ 1. സ്റ്റേജ് നമ്പർ 1 കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് 130 മുതൽ 139 വരെയും. ഡയസ്റ്റോളിക് പ്രഷർ വളരെ ഇമ്പോർട്ടൻറ്റ്, 80 മുതൽ 89. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ BP വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷറാണ്, ഹൈപ്പർ ടെൻഷനാണ്, സ്റ്റേജ് 1 ആണെന്ന് പറയാം. ഡോക്ടേഴ്സ് പറയും സ്റ്റേജ് 1 BP ആണ്. അതായത് ആ സമയത്ത് നമുക്ക് മെഡിസിൻ എടുത്തേ മതിയാവും, മെഡിസിൻ എടുത്താലേ അത് കുറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഹൈ ബ്ലഡ് പ്രഷർ കാരണം നമുക്ക് ജസ്റ്റ് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരാം, അല്ലെങ്കിൽ ഹെഡ് ഏക്ക്, ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ സ്റ്റേജ് 1 ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് നമ്മുടെ ശരീരത്തിൽ. പിന്നെ അതുപോലെ തന്നെ മെമ്മറി പ്രോബ്ലംസ് ഒക്കെ വരാം കേട്ടോ, ചെറുതായിട്ടൊക്കെ. ഓക്കെ, അത് രണ്ടാമത്തതാണ് ഹൈ ബ്ലഡ് പ്രഷർ 2, സ്റ്റേജ് 2. അതായത് 140 മേളിലുള്ള ആ ഒരു ഇതാണ് ഹൈ ബ്ലഡ് പ്രഷർ സ്റ്റേജ് നമ്പർ 2 എന്ന് പറയുന്നത്. ആ സമയത്ത് ഡയസ്റ്റോളിക് പ്രഷർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 90 ഓർ ഹയർ, 90 മേളിലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വീണ്ടും വളരെയധികം ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള വോമിറ്റിംഗ് ടെൻഡൻസി, വോമിറ്റ് ചെയ്യാൻ തന്നെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹെഡ് ഏക്ക് കൊണ്ട് എണീക്കാൻ സാധിക്കാത്തൊരു ഹെഡ് ഏക്ക് ആയിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് സ്ട്രോക്കൊക്കെ വരേണ്ട ചാൻസ് വളരെയധികം കൂടുതലാണ് സ്റ്റേജ് നമ്പർ 2-ൽ. പിന്നെ അതുപോലെ ചെറിയൊരു യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് കണ്ടൻറ്റൊക്കെ കാണേണ്ട സാധ്യതയും കാണും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ്. അതായത് 180 മേളിലാണ് നമ്മുടെ BP നിൽക്കുന്നത് എങ്കിൽ, 180 മേളിലാണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തേ മതിയാവും. ഇറ്റ് ഈസ് വെരി വെരി പ്രോബ്ലം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഡയസ്റ്റോളിക് പ്രഷർ എബവ് 120 ആണെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി പ്രോബ്ലമാറ്റിക് വൺ. ഓക്കെ, ഭയങ്കരമായിട്ടുള്ളൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് സിസ്റ്റോളിക് പ്രഷർ 180 മേളിലും ഡയസ്റ്റോളിക് പ്രഷർ 120 മേളിലും കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു
സ്റ്റേജിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ പറഞ്ഞതുപോലെ ഹൈ വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും, ഹെഡാക്ക് പ്രോബ്ലം കൊണ്ട് എണീക്കാറില്ല, അതുപോലെ തന്നെ നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്നതിൽ ബ്ലഡ് കണ്ടൻറ്റ് ഒരുപാടായിട്ട് കാണപ്പെടും, ഹാർട്ട് പ്രോബ്ലംസ്, ഹാർട്ട് പെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് നെഞ്ച് വേദന, ചെസ്റ്റ് പെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഹൈപ്പോ ടെൻഷനാണ്. ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ടിലില്ല. ഹൈപ്പോ ടെൻഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നോർമൽ ബ്ലഡ് പ്രഷറിൽ നിന്ന് താഴേക്കാവുക, 120/80 നിന്ന് താഴോട്ട് പോവുക, ആ ഒരു കണ്ടൻറ്റിനെയാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോ ടെൻഷനിൽ സാധാരണയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണത്തില്ല. ഹൈപ്പർ ടെൻഷനിലാകുമ്പോഴത്തേക്ക് ഹെഡേക്ക്, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അത് കാരണം തന്നെ പെട്ടെന്ന് നമുക്കതിൽ സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവേണ്ട ചാൻസ് കൂടുതലാണ്. പക്ഷേ ഹൈപ്പോ ടെൻഷൻ ആകുമ്പോഴത്തേക്കും BP കുറവാകുന്ന ഒരു ടൈമിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല, പെട്ടെന്നായിരിക്കും വീഴുക ആൾ. ചെറിയൊരു ഹെഡാക്ക് പോലെ വന്നിട്ട് പെട്ടെന്ന് ആൾക്കൊരു ബോധമില്ലായ്മ ഉണ്ടാവുകയാണ് ഹൈപ്പോ ടെൻഷനിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് അറിയേണ്ട കാര്യങ്ങൾ. മെയിൻലി നമുക്ക് 3 ടൈപ്പ് BP അപ്പാരറ്റസ്, അതായത് സ്ഫിഗ്മോമാനോമീറ്റർ 3 ടൈപ്പാണുള്ളത്. ഇതാണ് ഒരു ടൈപ്പ്. ഇതാണ് ആദ്യമേ പണ്ടേ മുതൽ യൂസ് ചെയ്ത് വരുന്നൊരു ടൈപ്പാണിത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി ആണ് നിറച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സാധാരണ ഒരു ഡോക്ടേഴ്സിൻ്റെ ടേബിളിൽ മെയിനായിട്ട് ഇതാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. പിന്നെ ചില ലാബുകളിലൊക്കെ പോകുമ്പോഴാണ് ഇപ്പോഴത്തെ ഡിജിറ്റൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ പോലെ ഇരിക്കുന്ന ആ സംഭവത്തിലാണ് BP ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു BP ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് 120 നിന്ന് ഒരു 20-30 വരെ കൂട്ടിയായിരിക്കും കൊടുക്കുക. ഒരു 150 വരെയൊക്കെ അവരിങ്ങനെ എന്താ പറയുക, ബോൾ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ ഇങ്ങനെ റാപ്പ് പോലെ ചുറ്റത്തില്ല, അതിന് ഇൻഫ്ലാറ്റബിൾ കഫ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കഫ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് അത് ഇറുകി പിടിക്കും. ആ ഒരു ഇറുകി പിടിക്കുന്ന ആ ഒരു ടൈമിലാണ് ഡോക്ടർ അതിനെ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. ആ ഒരു ബോളിൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു സ്ക്രൂ പോലത്തെ ഒരു സംഭവം ശ്രദ്ധിച്ച് കാണും, അത് വെച്ചിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സ്റ്റെതസ്കോപ്പ് ചെകിയിൽ വെച്ചിട്ട് നിങ്ങളുടെ കൈയുടെ താഴത്തെ ആ ഒരു റീജിയനിൽ വയ്ക്കാറുണ്ട്. ഏതാണ്ട് ഇതുപോലെയാണ് ഡോക്ടേഴ്സ് അത് വയ്ക്കുക. അപ്പോൾ ആ സ്റ്റെതസ്കോപ്പ് ഇരിക്കുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന മെയിൻ ആർട്ടറിയാണ്. അപ്പോൾ അവിടെ ആ സ്റ്റെതസ്കോപ്പ് വയ്ക്കുന്നതിൻ്റെ പ്രത്യേകത ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലാറ്റബിൾ ആയിട്ടുള്ള കഫ് നമ്മുടെ കയ്യിൽ ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ബോളിൻ്റെ അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്യൂസ് ചെയ്യും, നന്നായിട്ട് അതൊന്ന് ഡോക്ടേഴ്സ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രസ്സിങ്ങിൽ ആ ഒരു കയ്യിൽ ചുറ്റിയിരിക്കുന്ന ഒരു കഫ് നന്നായിട്ട് വലുതായി നിങ്ങളുടെ കയറി നന്നായിട്ട് മുറുക്കി പിടിക്കും പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഒരു 120 നിന്ന് ഒരു 20-30 കൂടുതലായിരിക്കും ഡോക്ടേഴ്സ് കൂടുതലും BP ഹൈ ആക്കി വയ്ക്കുക. അതായത് 120, 140 അല്ലെങ്കിൽ 160 വരെയൊക്കെ എത്തുമ്പോഴത്തേക്കും ഡോക്ടർ അത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു സ്റ്റെതസ്കോപ്പ് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ പ്രസ് ചെയ്ത് വയ്ക്കുന്ന ടൈമിൽ വച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടേഴ്സ് ആ എയർ വാൽവ് പതിയെ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വിടാറുണ്ട്. എന്നിട്ട് വളരെ ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത്. ആ ഒരു ശ്രദ്ധിക്കുന്ന ആ ഒരു ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രഷർ ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ 120 ആകുമ്പോഴത്തേക്കും ഒരു വലിയ സൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ടിപ്പ് 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 എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലായിട്ടുള്ളൊരു BP നോർമലായിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ 80 ആകുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് പതിയെ അതങ്ങ് നിൽക്കും. അപ്പോൾ ആ ഒരു ടൈമിംഗ് ആണ് നോട്ട് ചെയ്യുന്നത്. എവിടെ മുതലാണ് ആ ഒരു ടൈമിംഗ്, ആ ഒരു സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് റീജിയൻ എത്തുമ്പോഴാണ് ആ ഒരു സൗണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് നിങ്ങളുടെ കയ്യിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട് ആരാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടാണ് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് എ റിലേഷൻ. ഓക്കെ, ഇതാണ് അനിറോയിഡ് ടൈപ്പ് സ്ഫിഗ്മോമാനോമീറ്റർ. ഇതധികം ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ പിന്നെ മെർക്കുറി ഇല്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ തന്നെയാണ് BP കൂട്ടുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. ഇനിയൊരു ടൈപ്പ് എന്ന് പറയുന്നതാണ് ഡിജിറ്റൽ. ഇപ്പോൾ എല്ലാ ലാബുകളിലും ഡിജിറ്റലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ വീടുകളിലും ഒരു ഡിജിറ്റൽ സ്ഫിഗ്മോമാനോമീറ്റർ ഉള്ളത് നല്ലതായിരിക്കാം. ഓക്കെ, ഇനി ഈ സ്ഫിഗ്മോമാനോമീറ്റർ ഡിജിറ്റൽ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ബാറ്ററി യൂസ് ചെയ്തിട്ടാണ്, 2 ബാറ്ററി അല്ലെങ്കിൽ 3 ബാറ്ററി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് സാധാരണയായിട്ട് വർക്ക് ആവുക. ഓക്കെ, ഇനി ഈ ഒരു BP നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഹൈ BP, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷനൊക്കെ വരുന്നത്
ഒന്നിൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും. സാധാരണയായിട്ട് സിസ്റ്റോളിക് പ്രഷർ കൂടി വരുന്നത് ടെൻഷനുള്ള ആൾക്കാർക്കാണ് സിസ്റ്റോളിക് പ്രഷർ കൂടി നിൽക്കുന്നത്. അവർക്കൊക്കെ ഡയസ്റ്റോളിക് പ്രഷർ നോർമലായിട്ട് നിൽക്കാറുണ്ട്. അതല്ല ടെൻഷൻ അല്ലാത്ത ഒരുപാട് ആൾക്കാർക്കും ഇതുപോലെ തന്നെ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്നത്. ഒരുപാട് പേർക്ക് ഇപ്പോൾ സ്ട്രോക്ക്, പാരാലിസിസ് ഇതുപോലത്തെ അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു അസുഖമൊക്കെ വരുന്നതെല്ലാം BP-യുടെ ഒരു ചേഞ്ചസ് മൂലമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി റൂട്ടീൻ മാറുന്നത് കൊണ്ട്, നമ്മുടെ ഫുഡ് ചേഞ്ച് ആവുന്നത് കൊണ്ട്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഇനി നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സോഡിയം എടുക്കുന്നത് വളരെയധികം കുറയ്ക്കുക. അതായത് ഉപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അളവങ്ങ് കുറയ്ക്കുക. ഈ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1 and 2 എന്നുള്ള ആൾക്കാർ ഉപ്പ് അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ ഉപ്പ് കാരണം BP കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. സോ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. പറയുന്നത് എക്സസൈസ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 30 minutes എങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുക. അതൊരു നല്ലൊരു വഴിയാണ്. ഓവർ വെയ്റ്റ് ആവാതെ കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും BP കുറയ്ക്കേണ്ട ചാൻസ് നമുക്ക് വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ BP ഹൈ ആവാൻ വേണ്ടി മെയിൻ കാരണം ആൽക്കഹോളാണ് നമുക്ക് പറയാം. അപ്പോൾ ആൽക്കഹോളിക്കൊക്കെ എടുക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് സ്ട്രോക്ക്, പാരാലിസിസ് ഒക്കെ വരാറുണ്ട് BP ഹൈ ആയിട്ട്. സോ കൺട്രോൾ ആൽക്കഹോൾ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കഫെയിൻ ആണ്. കഫെയിൻ പല ടൈപ്പിലുള്ള കഫെയിൻ ഉണ്ട്. മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.